പാഷിക, നമ്മളിപ്പം ടെസ്റ്റ് ആൻഡ് ഡിസ്കഷനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ശരിക്കും ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ? കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം എന്ന് പ്ലാനുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ആൻഡ് ഡിസ്കഷനുകൾ. കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടി 10 മാസം റിപ്പീറ്റ് ചെയ്യുമ്പോഴും ശരിക്കും എൻട്രൻസിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടക്കുന്നത് അവസാനത്തെ ഒരു 3 മാസത്തിലാണ്. തുടക്കത്തിലുള്ള ഒരു 6-7 മാസം സമയം ഒരു ക്ലാസ്സുകൾ കാണാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ശരിക്കും ഈ +2 പഠിക്കുന്ന സമയത്ത് തന്നെ കുഴപ്പമില്ലാത്ത രൂപത്തിൽ എല്ലാ ചാപ്റ്ററിൻ്റെ ഉള്ളിൽ കൂടിയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കടന്നു പോയിട്ടുള്ള ഒരാൾക്ക് ശരിക്കും ഈ 7 മാസം രണ്ടാമത് ക്ലാസ് കാണുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ സമയം കൊണ്ട് തന്നെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളത്. അപ്പോൾ ലിറ്ററലി നമ്മൾ ക്ലാസ് എടുക്കുന്നത് ഇപ്പോൾ ഡോപ്പയിലാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും +1 +2 ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിപ്പിക്കാൻ 800 മണിക്കൂർ ചിലവാക്കുന്നുണ്ട്. ഈ 800 മണിക്കൂറിൽ ഒരു 700 മണിക്കൂറോ അല്ലെങ്കിൽ 600 മണിക്കൂറൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കിട്ടുകയാണെങ്കിൽ ആ 600 മണിക്കൂർ തന്നെ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കുറഞ്ഞ സമയത്ത് ക്ലാസ്സുകൾ ബാക്കി കാര്യങ്ങൾ നോക്കിയിട്ട് സെൽഫായിട്ട് ഇംപ്രവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിനകത്ത് കാറ്റഗറീസ് പറയുകയാണെങ്കിൽ ബേസിക്കലി റിപ്പീറ്റേഴ്സ്, അതായത് ഒരു വട്ടം റിപ്പീറ്റ് ചെയ്തിട്ട് അടുത്ത പ്രാവശ്യം പോകാൻ നിൽക്കുന്ന ആൾക്കാർ, അങ്ങനെ അങ്ങോട്ട് പോകുന്ന ആൾക്കാർ. പിന്നെ ഇപ്പോൾ അതർ കോഴ്സുകൾ എടുത്തിട്ട് പാർഷ്യൽ ഡ്രോപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഈ വർഷത്തെ നീറ്റിനൊക്കെ തന്നെയാണെങ്കിൽ ഒരു 640, 630, 620 മാർക്കൊക്കെ കിട്ടി ഹോമിയോ എടുത്തു അല്ലെങ്കിൽ ആയുർവേദം എടുത്തു, ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു. അതിൻ്റെ കൂട്ടത്തിൽ അവർക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് ട്രൈ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ പക്ക ഒരു പ്ലാനിൽ പഠിച്ചു പോവുകയും ചെയ്യണം. അപ്പോൾ അവരുടെ കാര്യം എന്താ വെച്ചാൽ ഈ കോളേജിൽ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ വീക്ക്ലി 1 or 2 ഡേയ്സ് മാത്രം എന്ത് ചെയ്താൽ ഗ്യാപ്പ് എടുത്താൽ. ഇപ്പോൾ ഈ വീക്ക്ലി 2 ഡേയ്സ് എന്ന് പറയുന്നത് 1 ഡേ എന്തായാലും സാറ്റർഡേയോ സൺഡേയോ അതിനൊരു ഓഫ് ഡേ ആയിരിക്കും. പിന്നെ ഇൻ ബിറ്റ്വീൻ വീക്ക്ലി ഒരു ദിവസത്തെ ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു സാധനത്തിൻ്റെ ഷെഡ്യൂളിൽ പഠിച്ചു പോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. പിന്നെയും ഈ വേറെ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ എനിക്കിപ്പോൾ അടുത്തായിട്ട് കുറേ അമ്മമാരെന്ന് പറഞ്ഞാൽ 25 year old 26 year old അങ്ങനത്തെ ആൾക്കാരൊക്കെ +2 പഠിച്ചപ്പോൾ കാര്യമായിട്ട് പഠിച്ചിരുന്നു. പിന്നെ ഒരു സിറ്റുവേഷനിൽ വേറെ കോഴ്സ് എടുത്തു, ഇപ്പോൾ കല്യാണം കഴിഞ്ഞു, ഹൗസ് വൈഫാണ് അല്ലെങ്കിൽ കുട്ടികളുടെ അമ്മയാണ്. അപ്പോൾ ഇപ്പോൾ കുറേ ഫ്രീ ടൈം ഉണ്ട്, അതായത് അവരുടെ ലൈഫ് ഒരു സെറ്റിൽഡ് ആയിട്ടുണ്ട്. ഇനീഷ്യൽ ട്രബിളൊക്കെ കഴിഞ്ഞ് മക്കൾ സ്കൂളിൽ പോകാൻ തുടങ്ങി. അപ്പോൾ പിന്നെ എനിക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, വേറെ ജോലിക്ക് പോകുന്ന ആൾക്കാർ, അങ്ങനെ ഈ ടൈം റെസ്ട്രിക്ഷൻ അല്ല, ഞാൻ പറഞ്ഞില്ല കുറഞ്ഞ സമയമുള്ളൂ, അതുകൊണ്ട് കൂടുതൽ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇവർക്ക് പറ്റും എന്നുള്ളതാണ്. റിപ്പീറ്റേഴ്സിന് വേണ്ടിയിട്ടാണ് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്നാലും ഇങ്ങനത്തെ ആളുകൾക്കും കൂടി പോസിബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്.